ഇന്ന് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇവിടെയൊക്കെ. ശക്തമായിട്ടുള്ള മഴ മാത്രമല്ല, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹാപ്പിക്കുട്ടൻ ഞങ്ങളുടെ കട്ടിൻ്റെ അടിയിലാണ് കേട്ടോ. ഇടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഹാപ്പിക്കുട്ടൻ ഓടി അങ്ങ് കട്ടിൻ്റെ അടിയിൽ കയറുവേ. അവന് അവിടെയാണ് സേഫായിട്ട് തോന്നുന്നത്. അവന് ഇടി ഭയങ്കര പേടിയാണേ. അപ്പോൾ ഇവിടെ ഒരാൾ മഴ നനഞ്ഞ് നടപ്പുണ്ട്. ഇവിടെ ഒരാൾക്ക് മഴ നനയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്തു തുടങ്ങുമ്പോഴേക്കും ഇവിടെ ഒരാൾ മഴ നനയാൻ വേണ്ടി ഓടി അങ്ങ് ഇറങ്ങുവേ. വൈകിട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ. അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഞാൻ കുറേ നേരം മഴയൊക്കെ കണ്ടുനിന്നപ്പോഴേക്കും നമുക്ക് വിളക്ക് കത്തിക്കാനായിട്ട് സമയമായി. പിന്നെ ഞാൻ ചെന്ന് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. ഇവിടെ സിറ്റ് ഔട്ടിലാണ് വിളക്ക് കത്തിക്കുന്നത്. പ്രത്യേകിച്ച് പൂജാമുറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നാമജപമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നിട്ട് രാവിലെ ഉണ്ടാക്കിയ ഇടിയപ്പത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കഴിക്കാനായിട്ട് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഒരു അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പ് ചേർത്ത് ഒന്ന് വാടി വന്ന സമയത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തേ. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ അവരുടെ നാവിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇടിയപ്പം ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ആവിയേറ്റി എടുത്ത ഇടിയപ്പം ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുത്താൽ മതി. ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബാക്കിയൊന്ന് ഇടിയപ്പം കഴിക്കാൻ പറ്റും.